കൂട്ടാന്റെ വാസനയാണല്ലടാ. ജീവ ജീവ ആഹാ, ഇനി നമുക്ക് എൻജോയ് ചെയ്യാടാ. എന്നാ ചെയ്തേക്കാം. നീ എൻജോയ്ടാ. വേണ്ട ജീവ, എനിക്ക് ഇഷ്ടല്ല. അതെന്താടാ? ഏയ്, എന്താടാ എത്ര പെട്ടെന്ന് കേറിയേ? എന്റെ അമ്മ എന്നോട് പറയാ, നീ ഇരുന്ന് നിറങ്ങുന്ന കൊണ്ടാണ് നിന്റെ നിക്കറ് കീറുന്നത്. ഇവൻ എന്റെ കൈക്ക് പണി ഉണ്ടാക്കും. നമ്മളവനെ വിടരുത്. നീ ഇന്ന് തൊട്ട് ക്ലാസ് ലീഡർ ആകണം. സ്കൂൾ വിട്ട് കഴിഞ്ഞ അവനെ അടിക്കണം. അടിച്ചാൽ ആര് ചോദിക്കാനാ? നമ്മളെല്ലാവർക്കും പേടിയാടാ. ഞാൻ ക്ലാസ് ലീഡറായി കഴിഞ്ഞാ നിങ്ങൾ എല്ലാവരും എന്നെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്ന് വിളിക്കണം. ശരി ക്യാപ്റ്റൻ. ഞങ്ങൾ എടുത്തോണ്ട് വരാം. അവന്റെ ഒരു ബിൽഡപ്പ് കണ്ടില്ലേ? നോ മെൻഷൻ. അടിലേ, കഴിച്ചതെല്ലാം വായിലിരിക്കുന്നു. കഴിച്ചിട്ട് നീ വാ കഴുകില്ലല്ലേ? ഗുഡ് മോർണിംഗിന് ഇത്രയും രാഗമൊന്നും വേണ്ട. നീ എന്തിനാ കുത്തുകല്ല് പോലെ നിൽക്കുന്നേ? ഇരിക്കേ. കൂട്ടായ്മ സാർ. അത് നിങ്ങൾ എല്ലാ തിങ്കളാഴ്ചയും പറയാറുള്ളതല്ലേ? ഞാൻ ആദ്യം പഠിച്ച സ്കൂളിൽ ദിവസം രാവിലെ ടീച്ചർ പറയാൻ പറയും സാർ. കേക്കട്ടെ. കൂട്ടായ്മ നമ്മുടെ നാട്ടിൽ എന്നും അഭിവൃദ്ധി ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ സ്നേഹം വളർത്തും. നമ്മുടെ നാട്ടിൽ തന്നെ പഠിക്കും. നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യും. വിവേചനം ഇല്ലാതാകും. പഠിത്തത്താൽ വിവേകം നേടും. സ്ത്രീധനം വാങ്ങില്ല, കൊടുക്കില്ല. പരിസരം എന്നും എന്നും വൃത്തിയായി സൂക്ഷിക്കും. പ്ലാസ്റ്റിക് സാധനം കൈകാര്യം ചെയ്യില്ല. മരം വളർത്തും, മഴ വരുത്തും. ആള് കൊള്ളാമല്ലോ. ദിവസവും നീ പറ, മറ്റുള്ളവർ ഏറ്റു പറയട്ടെ. ഓക്കെ സാർ. സാർ, ലീഡറിനെ തെരഞ്ഞെടുക്കൂ സാർ. എന്താ അത്ര ധൃതി? ശരി, ലീഡറെ തെരഞ്ഞെടുക്കാം. ആരൊക്കെയാ മത്സരിക്കാൻ പോണേ? സാറേ, എച്ച് എം വിളിക്കുന്നുണ്ട്. നിങ്ങൾ തീരുമാനിച്ചു വെക്കേ, ഇപ്പൊ വരാം. നമ്മുടെ ജീവി എതിർത്ത് ഇവിടെ ആര് നിക്കാനാ? നീ അവനെ എതിർക്കണം. അയ്യോ, എന്നെ കൊണ്ട് പറ്റില്ല. അല്ലെങ്കിൽ തന്നെ അവൻ എന്നോട് അസൂയ. 5 വർഷമായിട്ട് അവനാണ് ലീഡർ. ഞങ്ങൾക്ക് ഒരു മാറ്റം വേണം. ഓരോ വർഷം അവൻ എല്ലാരും പേടിപ്പിച്ചാണ് വോട്ട് വാങ്ങുന്നത്. അവൻ ലീഡർ ആയാൽ പിന്നെ നമ്മൾ ആരെയും അവന് പഠിക്കാൻ വിടൂല. എല്ലാരും നല്ലതുപോലെ പഠിക്കണമെങ്കിൽ അവനെ നമ്മൾ ലീഡർ ആക്കരുത്. പുതിയ സ്റ്റുഡന്റ് ആരാ വോട്ട് തരിക? കൂട്ടായ്മ പറഞ്ഞില്ലേ, ശ്രീധരൻ വാങ്ങില്ല കൊടുക്കില്ല എന്ന്. അവൻ വാങ്ങിക്കും. എല്ലാരും അവനോട് ഭയങ്കര ദേഷ്യത്തിലാ. തീരുമാനിച്ചു കഴിഞ്ഞോ? ജീവ, അനിൽ. ജീവയ്ക്ക് വോട്ട് ചെയ്യുന്നവരെല്ലാം കൈപൊക്കിക്കേ. ആദ്യം അവന് വേണ്ടി ആരാ കൈവക്കണെന്ന് നോക്ക്. എന്നെ എതിർക്കാനൊന്നും ഇവൻ വളർന്നിട്ടില്ല. ഓഹോ, അനിൽകുമാറിന് വോട്ട് ചെയ്യുന്നവരെല്ലാം കൈപൊക്കിക്കേ. നീയും കൈപ്പൊക്ക്. അനിലിന് 30. അപ്പൊ ജീവയ്ക്ക് എത്രയാ? പരിപ്പോടെ കൈതാത്തറ. മൊട്ടയെന്ന് വിരിഞ്ഞിട്ടില്ല, കള്ള വോട്ട് ചെയ്യുന്നു. ജീവ 9 വോട്ട്. അപ്പൊ ആരാ ലീഡർ? യെസ്, അനിൽകുമാറാണ് ലീഡർ. നീ അനിലിന്റെ അസിസ്റ്റന്റ്. ഒന്ന് നിർത്ത്. ഞാൻ അവന് അസിസ്റ്റന്റ് ആവാനോ? നീ ജയിച്ചെന്ന് കരുതി വിളയണ്ട. എടാ ജീവ, ഇതിനൊക്കെയാണോടാ ദേഷ്യപ്പെടുന്നത്? ഇവൻ 2 മാസം ലീഡർ ആവട്ടെ, അത് കഴിഞ്ഞ് നീ ആയിക്കോ. എളുപ്പത്തിൽ സമ്പാദിക്കാൻ പറ്റുന്നത് ശത്രുക്കളെ മാത്രമാ. വേഗം രണ്ടുപേരും സ്നേഹത്തോടെ കൈ കൊടുക്ക്.
വാടാ വാ വാ. ജീവ നീയാ ലീഡർ.